വിശുദ്ധി എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാളും അനിവാര്യത എനിക്ക് തോന്നുന്നത് വിശുദ്ധിയെ പ്രതീക്ഷിക്കപ്പെടുന്നൊരു സമൂഹമാണ് പണ്ഡിത സമൂഹം. മുഅ്മിനീങ്ങളായ എല്ലാ ജനങ്ങളും വിശുദ്ധിയെ പ്രതീക്ഷിക്കുന്നത് പണ്ഡിതരിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ ലളിത മനോഭാവത്തോടുകൂടെ നാം ചെയ്യുന്ന ചെറിയ കറാഹത്തുകളെപ്പോലും വലിയൊരു വൻപാപമായി എണ്ണുന്നൊരു സമൂഹം ഇവിടെയുണ്ട്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഞങ്ങളുടെ നാടിന്റെ സമീപത്തു കൂടി നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ വീണു കിടക്കുന്ന ഒരു ഓലയെടുത്ത് മാറ്റിവെച്ചപ്പോ അത് നോക്കി നിൽക്കുന്ന ഒരു അദ്ദേഹം എന്നോട് അവരുണ്ടായിരുന്നു. പിന്നീടും ഒരു തൊപ്പി ധരിച്ച ആൾ വരുന്നത് കണ്ടപ്പോ ഇയാളും മറ്റേ ആളെ പോലെ തന്നെയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് ആ സഹോദരൻ പറഞ്ഞു. എന്തോ ആ സാഹചര്യത്തിൽ അള്ളാഹു തോന്നിപ്പിച്ചതുകൊണ്ട് ആ നന്മ ചെയ്യാൻ അവസരം കിട്ടിയപ്പോ എനിക്ക് ബോധ്യപ്പെട്ടത് ഈ സമൂഹം നമ്മെ കാണുന്ന മനസ്സാണ്. സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നന്മയെ മാത്രമാണ്. 2 രീതിയിലുള്ള വിശുദ്ധി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമാണെന്ന് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിശുദ്ധി ഈമാനിലെ വിശുദ്ധിയാണ്. നേരത്തെ ഉസ്താദുമാരൊക്കെ സൂചിപ്പിച്ച പോലെ 2 രീതിയിലുള്ള വിശുദ്ധിയെക്കുറിച്ചും സമൂഹത്തിൽ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള സമൂഹത്തെ പരിചയപ്പെടുത്തിയിടത്തൊക്കെ ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി സ്വർഗത്തിലേക്കുള്ള യോഗ്യതയായ ഖുർആൻ ഈമാനിനെയും സ്വാലിഹായ സൽക്കർമ്മങ്ങളെയും പരിചയപ്പെടുത്തുമ്പോ നാം ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ അധിക ഭാഗവും ഒന്നെങ്കിൽ അമലിന്റെ ബാഹ്യവും ഈമാനിൽ നിന്ന് ഈമാനിന്റെ ഏറ്റവും താഴെ നിലയിലുള്ള അവസ്ഥയും മാത്രമായി പരിമിതപ്പെട്ടു പോകുമെന്നോ എന്നൊരാശങ്കയുണ്ട്. ബഹുമാനപ്പെട്ട സലാം ഫൈലി ഉളവട്ട പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്തിൽ നമ്മോട് സൂചിപ്പിച്ച വളരെ ചിന്തനീയമായ ചില വാക്കുകളുണ്ട്. അള്ളാഹുവുമായൊരു മനുഷ്യനുണ്ടാകേണ്ട മാനസിക ബന്ധവും റബ്ബിലേക്ക് മനുഷ്യനെ എത്തിക്കുമ്പോൾ മനുഷ്യനെ ശ്രദ്ധിക്കേണ്ടതുമായ ചില പ്രധാന ഭാഗങ്ങളെ സലാം ഫൈസി ചർച്ച ചെയ്തു വെച്ചു. ഞാൻ ഇതിന്റെ അനുബന്ധങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഒന്ന് ഈമാനിലുള്ള വിശുദ്ധിയാണ്. മഹാന്മാരായ തസവ്വുഫിന്റെ ഉലമാ ഒരു മനുഷ്യന്റെ ഈമാൻ ഉയർന്നു വരേണ്ട ഘട്ടങ്ങളെ രേഖപ്പെടുത്തിയിടത്ത് ഖൗഫിൽ നിന്നൊരു മനുഷ്യൻ ആരംഭിച്ച് ഇഷ്കിലേക്കും ഹബ്ബിലേക്കും റബ്ബിന്റെ റിളയിലേക്കും എത്തുന്ന ഒരു രീതിശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അതിന് വ്യത്യസ്തമായ ഘട്ടങ്ങളും ഓരോ ഘട്ടങ്ങളിൽ മനുഷ്യൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങളും മഹാന്മാരായ തസവ്വുഫിന്റെ ഉലമാക്കൾ മഹാനായ ഗസ്സാലി ഇമാം അവിടുത്തെ ഹിയയിലും അതുപോലെ സൂഫികളായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാണി മുസ്ലിയാർ ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ജീവിതത്തിലൊക്കെ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാർ മൈക്ക് പോയിട്ടുണ്ട്. ഓക്കെ, തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. പുതിയ തലമുറയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠനം തെളിയിച്ചത്. നിസ്കരിക്കാൻ നമ്മളെ കൂടെ അവർ പള്ളിയിലേക്ക് വരുന്നുണ്ട്, ജുമുഅക്ക് വരുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ എല്ലാ കാര്യങ്ങളിലും അവർ സജീവമാണ്. പക്ഷെ റബ്ബിനോട് എന്തോ ഒരു വിരക്തി മനസ്സിന്റെ ഉള്ളിൽ ബോധ്യപ്പെടുന്നതായി പ്രത്യേകിച്ചും ക്യാമ്പസ് സ്ഥലങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ കാണപ്പെടുന്നുണ്ട്. ആ കുട്ടികളിൽ ചില ആളുകളെ പഠനത്തിന് വേണ്ടി സ്വകാര്യമായിരുത്തി സംസാരിച്ചപ്പോ അവർക്കൊക്കെ അങ്ങനെ ഒരു മനോഭാവം ചെറുപ്പം മുതൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് ഇനി ഞാനൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നൊരു തോന്നലാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തൃക്കരിപ്പൂരിൽ SKSFന്റെ ഇബാദിന്റെ കാഫില എന്നൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ വെള്ളംപുറത്തുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒരു വീട്ടിലേക്ക് നടന്നു വരുന്നുണ്ട്. ആ ചെറുപ്പക്കാരന്റെ മുഖഭാവം കണ്ടപ്പോൾ ചില പ്രവർത്തകർക്ക് ഒരു ആശങ്ക തോന്നി. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു തരികിടയുണ്ട് എന്ന് തോന്നി. സംസാരിച്ചപ്പോ കാസർഗോഡ് വന്നു നിൽക്കുന്ന ചെറുപ്പക്കാരൻ വെള്ളം പ്രസാനം പറഞ്ഞൊരു വാക്കുണ്ട്, തെറ്റിനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പല സീഡികളും വാങ്ങി കേട്ടു. ഞാൻ പല ആളുകളെയും സമീപിച്ചു. എല്ലാവരിൽ നിന്നുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് എനിക്കൊന്നിന് രക്ഷപ്പെടാൻ മാർഗം ആഖിറത്തിലില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ ദുന്യാവ് മാക്സിമം അടിച്ചു പൊളിക്കട്ടെ എന്ന് തീരുമാനിച്ചിറങ്ങിയതാണ്. ആഖിറത്തിൽ എന്തായാലും ഞാൻ രക്ഷപ്പെടില്ല എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ദുന്യാവിന് അടിച്ചു പൊളിക്കാൻ ഇറങ്ങിയതാണ്. ആ ചെറുപ്പക്കാരന്റെ വാക്ക് കേട്ടപ്പോ ഒരു സ്കൂൾ അധ്യാപകനായ ഒരു ചെറു സുഹൃത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി ഒരു റൂമിലിരുത്തി സംസാരിച്ചു. അദ്ദേഹം ദുബൈയിൽ ബിസിനസ് ചെയ്യുന്ന, ജനനം മുതൽ ദുബൈയിലാണ്, അദ്ദേഹം ദുബൈയിൽ ബിസിനസ് ചെയ്യുന്ന ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു വർഷം മദ്യപാനത്തിന് മാറ്റിവെക്കാറുള്ളത് 6 ലക്ഷം രൂപയാണ്. ഒരു വർഷം മദ്യപാനത്തിന് വേണ്ടി മാത്രം 6 ലക്ഷം രൂപ മാറ്റിവെക്കും. ഏതാണ്ട് 270 സഹോദരിമാരോളം അദ്ദേഹത്തിന് ശാരീരിക ബന്ധങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നാവണമെന്നാണ് തോന്നിയത്. കാരണം ദുന്യാവ് ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് തോന്നിയത് നന്നാവണമെന്നാണ്. പക്ഷെ നന്നാവാൻ വേണ്ടി പല സ്ഥലത്തും സമീപിച്ചപ്പോ പല സീഡികളും പ്രസംഗങ്ങളും അവരിൽ നിന്നും കിട്ടിയതിന്റെ സന്ദേശം ഞാൻ നരകത്തിലാണ് എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇനി ദുന്യാവ് ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് തീരുമാനിച്ചതാണ് എന്നായിരുന്നു ചെറുപ്പക്കാരന്റെ മറുപടി. ഒരു സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിരുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തെ, അങ്ങനെയല്ല, നീ ചെയ്തത് തെറ്റാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഈ ആയത്ത് ആ ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തി, ഇത് നിനക്കും ബാധകമാണ്. കാരണം ചെറിയൊരു കറാഹത്ത് മാത്രം ചെയ്തവരോടല്ല റബ്ബ് സംസാരിച്ചത്. യാ ഇബാദി എന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ട് അള്ള സംസാരിച്ചത് അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തോന്നിവാസം ചെയ്ത മനുഷ്യന്മാരോടാണ്. അതുകൊണ്ട് നിനക്കും രക്ഷപ്പെടാൻ മാർഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ ആ മനുഷ്യൻ, ജോലി ചെയ്യുന്ന സഹോദരന്മാര് പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതം ഇന്ന് ശുദ്ധമാണ്. അന്ന് മുതൽ അദ്ദേഹം ജമാഅത്തിന് വരുന്ന പ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല. എവിടെയെങ്കിലും ഇസ്ലാമികമായ ഒരു സദസ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോവാൻ വലിയ താല്പര്യമാണ്. എന്താ കാരണം? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഖൗഫ് ചർച്ചയാവേണ്ടത് തന്നെയാണ്. ഖൗഫ് ചർച്ചയുടെ ഒരു അനിവാര്യതയാണെങ്കിൽ കൂടി അള്ളാഹുവിന്റെ ദീൻ ഒരു മുഅ്മിനിന്റെ ഖൽബിനെ നിർത്താൻ പറഞ്ഞത് ബൈനൽ ഖൗഫി വർ റജാഇ എന്നാണ്. ഈ ബൈനൽ ഖൗഫി വർ റജാഇ എന്നുള്ള ചർച്ചയിൽ നിന്ന് ഒന്നിനെ മാത്രം സജീവമാവുകയും മറ്റൊന്ന് ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ അത് തിന്മ വളരാനെന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ അത് മുസ്ലിം ചെറുപ്പക്കാര്, പുതിയ തലമുറയിൽ ചിന്തിക്കുന്ന ചെറുപ്പക്കാര് ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ചില സഹോദരങ്ങളൊക്കെ ഒരു ക്ലാസുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞൊരു വാക്ക്, ഞങ്ങൾക്ക് ഇസ്ലാമിലെ അള്ളാഹുവിനേക്കാളും ക്രൈസ്തവതയിലെ യഹോവയോട് സ്നേഹം തോന്നിപ്പോയി എന്ന് അവർ പറഞ്ഞതാണ്. അവരങ്ങനെ പറയാൻ ചില സാഹചര്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടിക്ക്
എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ക്രൈസ്തവ പള്ളിയിൽ പോയി വരൽ നിർബന്ധമാണ്. അവിടുന്ന് പോയി പോരണം, അതവർ അനിവാര്യതയാണ് ആ ഹോസ്റ്റലിൽ താമസിക്കണമെങ്കിൽ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം RIT കോളേജിന്റെ പരിസരത്ത് വിശാലമായ ഒരു ഹോസ്റ്റലിന് വേണ്ടി അബുദാബി SKSFന്റെ സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ ഇത്തരത്തിലുള്ള വളരെ അപകടകരമായ ഒരു പ്രവണത മുസ്ലിം ഉമ്മത്തിലേക്ക് കയറി വരുമെന്ന് തോന്നിയിട്ടാണ്. SKSFന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറെക്കുറെ നടത്തിക്കഴിഞ്ഞു. സത്യത്തിൽ ഒരുപാട് കുട്ടികൾ ക്രൈസ്തവരുടെ ചർച്ചിൽ പോയി തിരിച്ചു ിട്ട് അവിടെ നിന്ന് കേൾക്കുന്ന സന്ദേശം അവതരിപ്പിച്ചത് ഉൾക്കൊള്ളാൻ അവസരം കിട്ടാത്തതിന്റെ പേരിൽ അതാണോ ശരി, അതല്ലെങ്കിൽ അതിലാണോ കുറച്ചൊക്കെ ശരി എന്ന് ചിന്തിക്കുന്ന ദുരവസ്ഥ പോലും സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധിയെ സമൂഹം പ്രതീക്ഷിക്കുക നമ്മളിൽ നിന്നാണ്. മുഅല്ലിമീങ്ങളിൽ നിന്നും മുതഅല്ലിമീങ്ങളിൽ നിന്നുമാണ് സമൂഹം വിശുദ്ധിയെ പ്രതീക്ഷിക്കുന്നത്. അവരെന്തൊക്കെ തിന്മ ചെയ്യുന്നുവെങ്കിലും കൽബിന്റെ ഉള്ളിൽ നന്നാവണമെന്നുള്ളൊരു താല്പര്യമില്ലാത്തവർ വളരെ പരിമിതമാണ്. പുതിയൊരു തലമുറയിലെ ചെറുപ്പക്കാരെയും സഹോദരങ്ങളെയും വിളിച്ചിരുത്തി സംസാരിക്കുന്നു. അവരൊക്കെ പറയുന്നൊരു വാക്ക്, ജീവിതത്തിൽ നന്നാവാൻ വലിയ ആഗ്രഹമാണ്, നന്നാവാൻ വലിയ താല്പര്യമാണ്, പക്ഷേ എവിടെ തുടങ്ങണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നതായിരിക്കും അവരുടെ മറുപടി. പ്രിയ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ പഠിപ്പിച്ച പോലെ ഒരു മനുഷ്യന് നന്നാവാനോ മാർഗത്തിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം എടുക്കലാണെന്നാണ്. എപ്പോഴാണോ തയ്യാറാണെങ്കിൽ ഏത് മനുഷ്യനും സ്വാലിഹായി കാണുമ്പോൾ ഒരാളെ വിളിച്ചു പറയുന്നത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ എനിക്കൊരു ചുരുങ്ങിയ സമയം, ഒരു പരിമിതമായ സമയം എനിക്ക് അനുവദിച്ചു വെച്ചാൽ ഞാനൊരു സ്വാലിഹായ മനുഷ്യനാകാമെന്ന് അല്ലാഹുവിനോട് പറയാനുള്ള കാരണം ഒരു മനുഷ്യന് നന്നാവണമെന്ന് തോന്നിയ സെക്കൻഡിൽ അവൻ നന്നാവാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാരംഭിച്ചാൽ മനുഷ്യന് നന്നാവാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവിലേക്ക് ഒരാൾ എത്തുക റൂഹ് തൊണ്ടക്കുയിലെത്തിയ ശേഷമാണ്. അതുവരെ നന്നാവണമെന്ന് എപ്പോഴൊക്കെ തോന്നിയോ മഹാനായ ഗസാലി ഇമാമിനെ പോലെയുള്ള മഹത്തുക്കൾ, ശൈഖ് ജീലാനി തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ പഠിപ്പിച്ചല്ലോ. അതിന്റെ മുമ്പ് എപ്പോഴൊക്കെ നന്നാവാൻ തോന്നിയോ അപ്പോഴൊക്കെ ഇബ്ലീസ് പറയും ഇന്ന് തുടങ്ങണ്ട, നാളെ തുടങ്ങാം, ഇന്ന് പ്രവർത്തനം തുടങ്ങണ്ട, നാളെ തുടങ്ങാം. ഏതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുകൾക്ക് വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോ നമ്മുടെ നാട്ടിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു ഏർപ്പാടാണെങ്കിൽ പോലും ഇന്ന് തുടങ്ങാൻ ഒരുങ്ങിയാൽ ഇബ്ലീസ് വന്ന് പറയാറുണ്ട് ഇന്ന് വേണ്ട, നാളെ എല്ലാവരും കൂടി ഇങ്ങോട്ട് എത്തിയിട്ട് പോരെ എന്ന് ചോദിക്കാറില്ലേ? എന്നതുപോലെ നന്നാവാൻ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ ഇബ്ലീസ് ആ മനുഷ്യനിൽ ആദ്യം ഉപദേശിക്കുന്ന ഉപദേശം ഇപ്പോൾ വേണ്ട, നാളെയാവാമെന്നാണ്. പകലൊരു വയലൊക്കെ കേട്ട് പുതിയ തലമുറയിലെ സഹോദരങ്ങളൊക്കെ നന്നാവാനുള്ള തീരുമാനമെടുത്ത് വീട്ടിലേക്ക് എത്തിയാൽ ഇബ്ലീസ് പറയാറുണ്ട് മഗ്‌രിബിന് ശേഷം വേണ്ട, കുറച്ച് സമയമുള്ളൂ, ഇശാ കഴിഞ്ഞിട്ട് വിശാലമായിട്ട് തൗബയാവാം. ഇശാ കഴിഞ്ഞാൽ പറയും വേഗം ഉറങ്ങിക്കോ, തഹജ്ജുദിന് നേരത്തെ എഴുന്നേൽക്കാം. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ഒരു വാഹനവുമായി ഒരു പള്ളിയുടെ മുമ്പിലെത്തിയാൽ നിസ്കരിക്കണമെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ ഉടനെ ഇബ്ലീസ് പറയുന്നൊരു ഉപദേശം ഉണ്ടാകാറുണ്ടല്ലോ, അടുത്ത പള്ളിയിലെത്തിയാലും ജമാഅത്ത് കഴിയില്ലല്ലോ, 20 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ ജമാഅത്ത്, തിരൂർക്കാരന് വിട്ടാൽ മലപ്പുറം വരെ എത്തും, അവിടെ തിരി നോക്കിയാൽ പോരെ എന്ന് പറയും. അവിടെ എത്തുമ്പോഴേക്ക് ജമാഅത്ത് ഏകദേശം കഴിഞ്ഞാൽ പറയും ഇനി വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് പോരെ എന്ന് ചോദിക്കും. എന്നതുപോലെ അള്ളാഹുവിന്റെ ദീന് രണ്ട് രീതിയിൽ മനുഷ്യന് നന്നാവാനുള്ള മാർഗങ്ങളെ മഹാന്മാർ ചുരുക്കി വിവരിച്ചിട്ടുണ്ട്. ഒന്ന് റബ്ബിനോടുള്ള മാനസിക ബന്ധം നന്നാക്കലാണ്. റബ്ബിനെ കുറിച്ചുള്ള ഈമാനിനെ ഒരു മനുഷ്യൻ ലെവലാക്കിയാൽ, ഈമാനിന്റെ വിശുദ്ധി ഒരു മനുഷ്യനിലുണ്ടായാൽ ആ മനുഷ്യന് അള്ളാഹുമായുള്ള ബന്ധം എളുപ്പമാകും. രണ്ടാമത് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് ഇബ്ലീസിനെ ശത്രുവാണെന്നുള്ള ബോധം ഖൽബിലുണ്ടാകലാണ്. ഖുർആൻ പറഞ്ഞല്ലോ ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. ഒരു ദഅവാ പ്രവർത്തകൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ ഒരു വലിയ തിന്മക്ക് അഡിക്റ്റായി പോയൊരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഇരുത്തി ഉപദേശിച്ചൊരു ഉപദേശം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ചെയ്തു പോയൊരു സഹോദരൻ മുമ്പിൽ വന്നു. അദ്ദേഹം പറഞ്ഞു എനിക്കൊന്ന് നന്നാവണം, എന്താ മാർഗം? ആ ചെറുപ്പക്കാരൻ, സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ മുമ്പിലിരുത്തി നടത്തിയൊരു ഉപദേശമുണ്ട്. കേവലം 3 മിനിറ്റ് നേരത്തെ ഉപദേശം.
സുഹൃത്തെ, നീ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്നായിരുന്നു ഉപദേശം. ശ്രദ്ധിക്കാൻ പറഞ്ഞത്, നിന്റെ അമലുകളെ 3 ആളുകൾ കാണുന്നുണ്ട്, ആരെയാണ് സന്തോഷിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ചാൽ മതി. അദ്ദേഹം അങ്ങനെ ആലോചിച്ചു, പടച്ചോൻ എന്റെ അമലാരാ 3 ആൾ കാണുന്നത്? അദ്ദേഹത്തോട് പറഞ്ഞു, 3 ആൾ കാണും. ഒന്ന് അല്ലാഹുവാണ്, രണ്ടാമത് അമല് കാണുന്നത് മുഹമ്മദ് നബിയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുറദു അലയ്യ അമാലുകും വഇൻ വജതുഹു ഖൈറൻ ഹമിദുല്ലാഹ് വഇൻ വജതുഹു ഗൈറ ദാലിക ഇസ്തഗ്ഫർതുല്ലാഹ്. സയ്യിദുനാ മുഹമ്മദ് പറയുന്നത് അല്ലാഹുവാൻ. മനുഷ്യൻസിൽ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി അത് മുഹമ്മദ് നബിയുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 പേരെയും അള്ളാഹുവിന്റെ ദേഷ്യം സമ്പാദിച്ച് റസൂലുള്ളാഹിനെ വേദനിപ്പിച്ച് ഇബ്ലീസിനെ നീ സന്തോഷിപ്പിക്കരുത് എന്ന് മാത്രമായിരുന്നു ഒരു ചെറുപ്പക്കാരന്റെ നസീഹത്ത്. സത്യത്തിൽ ഒരുപാട് ചിന്തനീയമായ നസീഹത്താണ്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസലാം, അല്ലാഹു വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. അള്ളാഹു മനുഷ്യനെ വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. അള്ളാഹു മനുഷ്യന് വേണ്ടി നിശ്ചയിച്ച എല്ലാ അമലുകളെയും പരിശോധിച്ചാൽ എല്ലാ അമലുകളും ലളിതമാണ്. പ്രയാസമുള്ള ഒരു പ്രവർത്തനം പോലും അള്ളാഹുവിന്റെ ദീന് നമ്മോട് ഉപദേശിച്ചിട്ടില്ല. പ്രത്യേകിച്ചും മനസ്സിന്റെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഒരു മനുഷ്യൻ ചെയ്യുന്ന ചെറിയ പ്രവൃത്തി പോലും റബ്ബ് വലിയ പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ടാണല്ലോ ഹദീസുകൾ പഠിപ്പിച്ചത്. വുളൂ കഴിഞ്ഞിട്ട് നമ്മളൊരു ദുആ ചെയ്യാറുണ്ട്. ആ ദുആയിൽ നമ്മൾ റബ്ബിനോട് ആകെ ചോദിക്കുന്നത് അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന, ഖൽബിന്റെ ശുദ്ധിയാണ്. വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, മനസ്സിന് ശുദ്ധിയുള്ള, ജീവിതത്തിൽ ശുദ്ധിയുള്ള, കർമ്മങ്ങൾക്ക് ശുദ്ധിയുള്ള ഒരു മനുഷ്യനായി മാറണമെന്നൊരു മനുഷ്യൻ ആഗ്രഹിച്ച് ഒന്ന് ദുആ ചെയ്യുന്നതിനല്ല ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, അസ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നു കൊടുക്കാമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചത്. മനുഷ്യൻ വിശുദ്ധി ആഗ്രഹിക്കുന്നത് പോലും അല്ലാഹുവിന് ഇഷ്ടമാണ്. മനുഷ്യൻ വിശുദ്ധിയെ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. രാത്രി സമയത്ത് അല്ലാഹു തആല ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ, ഇത്ര സുന്ദരമായിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ ആ സ്വഭാവത്തെയാണ് മുഅ്മിനീങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത്. കൈവിരലിന് സംഭവിച്ച ചെറിയൊരു മുറിവ് പോലും ആഖിറത്തിൽ മനുഷ്യന്റെ പരലോകമോചനത്തിന് നിമിത്തമാകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിരിക്കെ ആ റബ്ബിനെ കുറിച്ച് മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു സമൂഹ സ്വഭാവത്തോട് കാണുന്ന ഒരു സ്വഭാവം സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സംശയമുണ്ട്. പൂർവ്വകാലത്തുള്ള സൂഫിയാക്കളിൽപ്പെട്ടൊരു മഹാൻ പാടിയല്ലോ, പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കല്ലടോ, ഉപ്പയെ പ്രിയം വെക്കും രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. സ്വാലിഹ്യങ്ങൾ പാടിയതാണ്. സത്യത്തിൽ ആ മാനസികാവസ്ഥയിലേക്കാണ് സമൂഹം എത്തേണ്ടത്. അവിടെയാണ് ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ വിശുദ്ധി പ്രകടമാകുന്നത്. റബ്ബിന്റെ സ്വഭാവങ്ങളിൽ അസ്മാഉൽ ഹുസ്നയിലെ 99 ഇസ്മുകളെ പഠിച്ചാൽ അള്ളാഹുവിന്റെ അദിലിന്റെ ഭാഗമായുള്ള ശിക്ഷയെ പരിചയപ്പെടുത്തുന്ന ചില ഇസ്മുകളെ മാറ്റിവെച്ചാൽ മറ്റെല്ലാ ഇസ്മുകളും അള്ളാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ അധിക സമയത്തും അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് ഇല്ലാതായി പോകുന്നുണ്ടോ എന്ന ആശങ്കയോടെ കൂടെ കാണേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, റബ്ബിനെ കുറിച്ചുള്ള ഒരു നല്ല ചിന്ത മരിക്കുന്ന സമയത്ത് പോലും ആ ഹുസ്നുൽ ദന്നല്ലേ മനുഷ്യന്റെ രക്ഷയ്ക്ക് കാരണമാകുക. ഒരു അറാബി ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുമ്പിൽ വന്ന് ചോദിച്ചല്ലോ, റസൂലെ എന്നെ ആരാ പരലോകത്തെ ഹിസാബ് ചെയ്യുക? മഹാനായ തങ്ങൾ അവിടുത്തെ ഹിയയിലെ ബാബർ ഹുവ ബിനഫ്സിഹി യാ റസൂലല്ലാഹ്, നബി അല്ലാഹു തന്നെയാണോ ഹിസാബ് ചെയ്യുക? ആ അറാബിയോട് നബി തങ്ങൾ അതെ അല്ലാഹു തന്നെയാണെന്ന് പറഞ്ഞപ്പോ ഹദീസിൽ കാണാം, അറാബി പൊട്ടിച്ചിരിച്ച സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താ മനുഷ്യൻ അങ്ങനെ ചിരിക്കുന്നത്? അപ്പൊ മനുഷ്യൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇന്നൽ കരീമ ഇദാ ഖദ്ദറ അഫാ വഇദാ ഹാസബ സാമഹ. റബ്ബിനെ കുറിച്ചുള്ളൊരു മുഅ്മിനിന്റെ വിശ്വാസമാണ്. ആ റബ്ബിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പുതിയ തലമുറയിലെ പണ്ഡിത സഹോദരന്മാർ ഉൾക്കൊള്ളണമെന്ന് സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്, റബ്ബിനോടുള്ള റജാഇന്റെ ഭാഗം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ പുതിയ തലമുറയിലെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും നിരീശ്വരവാദത്തിന്റെ മാനസികാവസ്ഥയിലേക്ക് പോകാൻ കാരണമാകുന്നോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്.
മലപ്പുറത്ത് സമീപകാലത്തൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, അവിടെയുള്ള ഒരു പ്രധാന സ്ഥാപനത്തിൽ, ഞാൻ ആ സ്ഥാപനത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല, മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനത്തിലെ ഒരു അധ്യാപകനും അവരുടെ കീഴിലുള്ള 7 വിദ്യാർത്ഥികളും ചില ക്രൈസ്തവരുടെ മെഡിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടി സ്ഥിരമായി പോകുന്നതായി അറിഞ്ഞു. ക്രിസ്ത്യാനികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക പദ്ധതികൾ, ഹിപ്നോട്ടിസത്തിന്റെ ഭാഗമായി ഒരു മനുഷ്യൻ മനസ്സിൽ ആഗ്രഹിച്ചവരെ കൺമുമ്പിൽ കാണിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അത് ഹിപ്നോട്ടിസം ചെയ്ത് ആർക്കും അറിയാം. ചില വ്യാജ തരീഖത്തുകാരൊക്കെ മനുഷ്യനെ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയി ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയുണ്ട്. അത് ഹിപ്നോട്ടിസം ചെയ്യലാണ്. അങ്ങനെ ചെയ്താൽ ആർക്കും ബോധ്യപ്പെടും, മനുഷ്യന്റെ കൽബിൽ ആരെയാണോ കൊതിച്ചത് അവരെ കൺമുമ്പിൽ ഇങ്ങനെ കാണും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ആരെ മനസ്സിൽ കണ്ടാലും കൺമുമ്പിൽ കാണിക്കാൻ ഹിപ്നോട്ടിസം കൊണ്ട് കഴിയും. ഈ പ്രവർത്തനം ചെയ്തിട്ട് വ്യാജ തരീഖത്തുകൾ അവരിലേക്ക് ആളെ കൂട്ടാറുണ്ട്. ഇതേപോലെ നടക്കുന്ന തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു മെഡിറ്റേഷൻ കേന്ദ്രത്തിലേക്ക് ഈ പരിസരത്തുള്ള മലപ്പുറത്തുള്ള 7 സഹോദരങ്ങൾ പോകുന്നതായി അറിഞ്ഞു. അവിടേക്ക് സമസ്തയുടെ ഒരു പ്രവർത്തകൻ കയറി ചെന്നിട്ട് അവരോട് സംസാരിക്കാൻ ഒരുങ്ങി. അവരൊക്കെ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി അങ്ങോട്ട് ചെന്നതാണ്. ആ റബ്ബിലുള്ള പ്രതിന്ധിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഇന്ധനം നടത്തേണ്ടിയിരിക്കും. നമ്മുടെ ജീവിതത്തിലും ആ ഒരു വിസ്മൃതി നല്ലത് മാത്രം മനസ്സിലാക്കുന്നവരായി നമ്മൾ മാറണം. കാരണം നമ്മെ അള്ളാഹു ഏൽപ്പിച്ച വലിയൊരു ദൗത്യമുണ്ട്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമുണ്ട്. അത് ഷഹാദത്ത് കലിമ നമുക്ക് തരുന്നൊരു ദൗത്യമാണ്, സന്ദേശമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം ഹബീബായ നബി തങ്ങൾ അവസാന സമയത്ത് ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ നമ്മെ ഏൽപ്പിച്ചു പോയൊരു ദൗത്യമില്ലേ, വൽയുബല്ലിഗ മിൻകും ഷാഹിദുൽ ഗായിബ. ഈ സന്ദേശം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഒരു തെറ്റൊരാൾ ചെയ്യുമ്പോൾ ഒരു ഉസ്താദ് അത് കാണുന്നുവെങ്കിൽ, ഒരു മഹല്ല് ഭാരവാഹി അത് കാണുന്നുവെങ്കിൽ, ഒരു സമസ്തയുടെ ഖാദിം അത് കാണുന്നുവെങ്കിൽ അവരവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് തിരുത്താനുള്ള ഒരു മാർഗദർശനമാണ്. തിരുത്താൻ വേണ്ടി ഉപദേശിക്കേണ്ട ദൗത്യം നമുക്കില്ലേ? ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ജീവിതത്തിൽ ആർക്കൊക്കെയാണോ വിശുദ്ധി നൽകേണ്ടത് അവരിലേക്കൊക്കെ വിശുദ്ധി നൽകുവാനുള്ള ഒരു പ്രവർത്തനം അള്ളാഹുവിന്റെ റസൂൽ ചെയ്തതായി കാണുമല്ലോ. ഏതെങ്കിലും ഒരാൾ ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്യുന്നത് കണ്ടാൽ അവരെ കറാഹത്തിന്റെ വിഷയത്തിൽ ഉപദേശിക്കുമായിരുന്നു. ഫർള് നഷ്ടപ്പെടുത്തുന്നത് കണ്ടാൽ അതിനെ ഉപദേശിക്കും. ഈ മക്കയോട് സലാം പറഞ്ഞു പോകുന്ന സമയത്താണല്ലോ 6 ആളുകൾ ഒരു മരച്ചുവട്ടിൽ ഇരുന്ന് വേദനയോടുകൂടെ സംസാരിച്ചിരിക്കുന്നത് കണ്ടത്. സത്യത്തിൽ മക്ക വിട്ടു പോകുന്ന സമയത്ത് ഹബീബായ നബി തങ്ങളുടെ മാനസികാവസ്ഥ ആരോടും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. ആ സദസ്സിലൂടെ ആ വേദനിക്കുന്ന സാഹചര്യത്തിലൂടെ നടന്നു പോകുമ്പോ 6 ആളുകളെ കണ്ടപ്പോൾ നബി തങ്ങൾ നേരെ ചെന്നു. അവരോട് അവരെ ഖൽബിലുള്ള ദീനിനെക്കുറിച്ച് തൗഹീദിനെ കുറിച്ചൊന്ന് ചോദിച്ചു. തൗഹീദിനെ അറിയാത്തവരായതുകൊണ്ട് അത് ബോധ്യപ്പെടുത്തി. തൗഹീദിന്റെ സത്യവചനം ചൊല്ലിയപ്പോഴല്ലേ അള്ളാന്റെ ഹബീബ് യാത്ര തുടർന്നത്. ഈ ദൗത്യം സ്വഹാബത്ത് നിർവഹിച്ചില്ലേ? താബിഈങ്ങൾ നിർവഹിച്ചില്ലേ? ഇനി നമ്മുടെ ജീവിതത്തിൽ മുഖദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്, നമ്മളോട് അള്ളാഹു പറഞ്ഞത് ഷാഹിദീങ്ങളാവാനാണ്. ഷഹാദത്ത് കലിമ നമ്മളോട് പറഞ്ഞത് ഞാൻ അള്ളാഹിനെ വിശ്വസിക്കുന്നു എന്ന് പറയാനല്ല, അള്ളാഹു ഏകനാണ് എന്നതിന്റെ ഷാഹിദ് ഞാനാണെന്ന് പറയാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിന്റെ ഷാഹിദ് നമ്മളാകണമെന്നാണ് ഷഹാദത്ത് കലിമ നമ്മോട് പറയുന്നത്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ നിഷേധിക്ക് സത്യം പറഞ്ഞു കൊടുക്കേണ്ടവനാണ്. നിഷേധിക്ക് സത്യം പറഞ്ഞു കൊടുക്കാനാണ് ഷാഹിദിനെ നിശ്ചയിച്ചത്. അല്ലെങ്കിൽ പറയേണ്ടത് എന്താ? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാനാ, ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയാനാ. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്ത ആരെ കണ്ടാലും അത് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി റസൂലാണ് എന്നറിയാത്തവരെ കണ്ടാൽ റിസാലത്തിന് പരിചയപ്പെടുത്താറുണ്ട്. ഇന്നുണ്ടാകുന്നത് അള്ളാന്റെ റസൂലിനെ കുറിച്ച് പലതും നമ്മളൊക്കെ പറയുന്നുണ്ട്.
നമ്മുടെ റബീഉൽ അവ്വലിന്റെ പരിപാടി വന്ന റസൂലുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവാണെന്ന് പ്രസംഗിക്കാൻ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്. അള്ളാന്റെ ഹബീബ് ഒരു സ്ത്രീ വിമോചകനാണെന്ന് പറയാൻ എല്ലാവരും റെഡിയാണ്. മുസ്ലിമീങ്ങളും റെഡിയാ, അമുസ്ലിമീങ്ങളും റെഡിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സാമൂഹിക നവോത്ഥാന നായകനാണെന്ന് പറയാൻ എല്ലാവരും റെഡിയാണ്. നമ്മളോട് പറയാൻ പറഞ്ഞത് അതല്ല, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, റിസാലത്തിന്റെ സാക്ഷി നമ്മളാണ് എന്നാണ്. ഈ റിസാലത്തിനെ ആർക്കാണോ അറിയാതെ പോയത് അവരെ മുമ്പിലല്ലേ ഷാഹിദാവാൻ പറഞ്ഞത്. കോയമ്പത്തൂർ ഭാഗത്തുള്ള സ്വാമി വിവേകാനന്ദൻ ആശ്രമത്തിലെ ഒരു പൂജാരി അള്ളാഹുവിന്റെ ദീനിനെ അന്വേഷിച്ച് നടന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം സംസാരിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് കേട്ടപ്പോ അദ്ദേഹം അങ്ങനെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അള്ളാഹു സമദ് എന്നത് ഖുർആനിലുള്ളതാണോ ചോദിച്ചു. അതെ. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അള്ളാഹു സമദ് എന്നത് ഖുർആൻ പറഞ്ഞതാണോ ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സമദീയത്തുള്ളൊരു അള്ളയുണ്ടെങ്കിൽ ആ അള്ള തന്നെയാണ് ലോകത്തെല്ലാവരും വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞ് അബ്ദുറഹീം എന്ന പേര് സ്വീകരിച്ച് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിൽ പഠിച്ചിരുന്നു. അള്ളാഹു അവരുടെ ഹിദായത്തൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സാക്ഷിയാകാനാണ് അള്ളാഹ് പറഞ്ഞതെങ്കിൽ ഞാനിത് പറയേണ്ടത് നിങ്ങളോടല്ല. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത ചെറുപ്പക്കാരനോട് പറഞ്ഞതാ. ഞാൻ സാക്ഷിയാകാനാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ ഞാൻ സാക്ഷിയാകേണ്ടത് നിങ്ങളോടല്ല, ഞാൻ സാക്ഷിയാകേണ്ടത് ആരാണോ ഇതിനെ അറിയാത്തവർ അവരുടെ മുമ്പിലാണ്. നമ്മളും സാധാരണ കിതാബ് ഓതുമ്പോൾ പഠിക്കാറുണ്ട്, സാക്ഷി എന്ന് പറയുന്നത് നിഷേധിയുടെ മുമ്പിൽ സത്യം പറയാനുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷി ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയാത്തവന്റെ മുമ്പിൽ പറയാനുള്ളവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നതിന്റെ ഷാഹിദ് ആരാണോ ആ റിസാലത്തിനെ അറിയാതെ പോയത് അവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാനുള്ളവരാ നമ്മൾ. അതിലേറ്റവും ചുരുങ്ങിയൊരു ഭാഗവതയമെങ്കിലും മുഅ്മിനീങ്ങളായ ആളുകൾ നിർവഹിക്കണം. അത് ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ എന്താണോ നമ്മോട് പാലിക്കാൻ പറഞ്ഞ ചിട്ടകൾ അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കലാണ്. ഇന്ന് മടങ്ങി വരുന്ന സമൂഹത്തെ പഠിച്ചാൽ അവരിൽ നല്ലൊരു വിഭാഗം ആളുകളും മടങ്ങി വരുന്നത് മുഅ്മിനീങ്ങളെ ജീവിതം കണ്ടിട്ടാണ്. സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോ, സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ഇത് നോക്കി നിൽക്കുന്ന ഒരു സമൂഹം സത്യമാർഗത്തെ ഉൾക്കൊള്ളും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്ന് നേതൃത്വം നൽകുന്ന പല ഉലമാഇന്റെയും ജീവിതം കണ്ട് അള്ളാഹുവിന്റെ ദീന് സ്വീകരിച്ച 3 ആന്ധ്രാപ്രദേശക്കാരായ ആളുകളെ എനിക്കറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ, അതിന് കാര്യദർശിയായി പ്രവർത്തിക്കുന്ന പ്രധാനിയായ ഒരു മഹാൻ, ബഹുമാനപ്പെട്ടവരുടെ വീട് ജോലിയെടുക്കാൻ വേണ്ടി പോയ ആളുകളിൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതം കണ്ടിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്കിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. ജീവിതമാണ് ദീന് പ്രചരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. നിങ്ങളൊരു ദിവസം വൈകുന്നേര സമയത്ത് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിലേക്കോ കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാം സഭയിലേക്കോ കയറി ചെന്നിട്ട് 10 ദീന് സ്വീകരിച്ച ആളുകളെ ഇരുത്തി ഒന്ന് പഠിക്കുക. 10 ആളുകൾ പഠിച്ചാൽ ഒരു സംശയവും വേണ്ട, 6 ആളുകൾ പറയും ഞാൻ ഇന്നാലിനാളെ കൂടെ നടന്നു, അയാളെ ജീവിതം കണ്ടപ്പോ എനിക്ക് തോന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന്. ജീവിതം കണ്ടാൽ മതി. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടിട്ട് ദീൻ ഉൾക്കൊണ്ടവരുണ്ട്, ശംസുൽ ഉലമയെ കണ്ടിട്ട് ദീൻ ഉൾക്കൊണ്ടവരുണ്ട്, മഹാനായ കൂട്ടുമല ഉസ്താദിനെ കണ്ട് ദീൻ ഉൾക്കൊണ്ട 7 ആളുകളെ പരിചയമുള്ള ഒരു സഹോദരനെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഉലമാഇന്റെ ജീവിതമായിരുന്നു വലിയ സന്ദേശം. ഈ ജീവിതം ഈ രീതി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള മാർഗം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് നമ്മളൊക്കെ പണ്ടേ വാദുകളിൽ കേട്ടുവരുന്നതാണ്, നമ്മളൊക്കെ ഓതി പഠിച്ചതുമാണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. അന്ന് ശുഹദാക്കൾക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം നമുക്ക് തരാൻ അള്ളാഹു നിശ്ചയിച്ച മാർഗമാണ് സുന്നത്തായ അമല്. ആ ഹദീസിന് ഒരുപാട് വിശാലമായ അർത്ഥ സന്ദേശങ്ങളുണ്ട്. ശുഹദാക്കൾക്ക് കിട്ടിയ കൂലി നമുക്ക് തരാൻ അള്ളാഹു നിശ്ചയിച്ചത് മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി, സുന്നത്തിനെ ഹയാത്താക്കലാണ്. എന്താ കാരണം എന്നറിയോ? അന്ന് ദീനിന്റെ നിലനിൽപ്പിന്റെ പ്രധാനമായ ഭാഗം സത്യത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശുഹദാക്കളായി മാറിയ മഹാന്മാരുടെ ജീവിതമാണ്. അവർ ശുഹദാക്കളായത് ദീന് നിലനിൽക്കാനാണ്. എന്നാൽ ഇന്ന് ദീന് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സുന്നത്തുകൾ ഹയാത്താക്കല. പൊന്നാനി മൗനത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരനോട് ദായി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ദീൻ ഉൾക്കൊണ്ടത്? അദ്ദേഹം പറഞ്ഞ മറുപടി, അബ്ദുൽ ഖാദർ ഹാജി നല്ല ആളാണ്. ദീൻ ഉൾക്കൊണ്ടത് എന്തിനാ? അബ്ദുൽ ഖാദർ ഹാജി നല്ല ആളാ. അതേ പറയുന്നുള്ളൂ.
അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അബ്ദുൽ ഖാദർ ഹാജി ഭക്ഷണം കഴിക്കുമ്പോൾ പാലിച്ച മര്യാദകൾ ആ ചെറുപ്പക്കാരന് ബോധ്യപ്പെട്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് ശരിയാവാനാണ്. അബ്ദുൽ ഖാദർ ഹാജി കാര്യമായി ഒന്നും ചെയ്തതല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അദബൊക്കെ പാലിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കും. ആ അദബിങ്ങനെ കണ്ടതൊരു മനുഷ്യന് തൗഹീദ് ബോധ്യപ്പെടാൻ കാരണമായി. ഒരു ചെറുപ്പക്കാരൻ അയൽപക്കത്ത് ജീവിക്കുന്ന ഒരാൾക്ക്, മലപ്പുറം ജില്ലയിലെ ഒരു ദഅവ പ്രവർത്തകൻ അയൽപക്കത്തുള്ള ഒരു ചെറുപ്പക്കാരന് ഹൈന്ദവ കുടുംബത്തിന് ഉണ്ടാക്കിയ ഭക്ഷണം കൂടുതൽ നല്ല ഭക്ഷണം ഉണ്ടായപ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ എന്ന ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോ അവർക്കും തോന്നി ഇതാണ് ശരിയെന്ന്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകാറുണ്ട്. എന്താ ഇതിന്റെ അടിസ്ഥാനം എന്നറിയോ? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ശഹീദ്. അന്ന് ശുഹദാക്കൾ ചെയ്ത പണിക്ക് തുല്യമായി ഇന്നത്തെ മുഅ്മിനീങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു അമലാണ് ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പാലിക്കുക. സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ധാരാളമായി ചെയ്താൽ ഇത് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമുണ്ട്. എറണാകുളത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ മുമ്പിലേക്ക് കയറി വന്നൊരു യാചകന് ഭക്ഷണം കൊടുത്തിട്ട് അവന്റെ കയ്യിൽ അടുത്ത നേരം കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി 20 രൂപ വെച്ചു കൊടുത്തപ്പോ തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിം അല്ലാത്തൊരു സഹോദരൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്ര മര്യാദ കാണിച്ചത്? എന്തിനാ നിങ്ങൾ ഇത്ര മര്യാദ കാണിച്ചത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ സ്വഭാവം പഠിച്ചപ്പോൾ ആ സ്വഭാവത്തെ ഉൾക്കൊണ്ടതാണ്. ഒരു ദായിയുടെ മറുപടി അതായിരുന്നു. ഞങ്ങളോട് അള്ളാന്റെ റസൂല് പറഞ്ഞത് തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ, അള്ളാന്റെ സ്വഭാവം ജീവിതത്തിൽ പകർത്തണമെന്നാണ്. ആ സ്വഭാവം ഞങ്ങൾ കാണിച്ചതാണ്. എന്താണ് ആ സ്വഭാവം? ഇങ്ങോട്ടെന്താ ചെയ്തത് നോക്കാതെ അങ്ങോട്ട് റഹ്മത്ത് ചെയ്യാനുള്ള മനസ്സാണ്. ഇങ്ങോട്ടെന്താണ് ചെയ്തത് എന്ന് അന്വേഷിക്കാതെ അങ്ങോട്ട് റഹ്മത്ത് ചെയ്യാനുള്ള മനസ്സാണ്. ആ മുസ്ലിം സുഹൃത്ത് അത് ചോദിക്കാൻ ഒരു കാരണവും കൂടിയുണ്ട്. ഒന്ന് തോണ്ടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വെള്ള ഡ്രസ്സ് ധരിച്ച ആ മുസ്ലിം സഹോദരന്റെ ഡ്രസ്സിൽ ചളി പോലുമായിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം അല്ലാത്ത സഹോദരൻ ആ ചോദ്യം ചോദിച്ചത്. ഈ ഒരൊറ്റ മറുപടി, അള്ളാന്റെ സ്വഭാവം ഇങ്ങനെയോ? അതിന് ചില ആയത്തുകളൊക്കെ ഓതി ബോധ്യപ്പെടുത്തിയപ്പോ തൗഹീദിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറായി. ഈ മാനസികാവസ്ഥ നമ്മളിലും വേണം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സുന്നത്തുകളിൽ നിന്ന് എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ പറഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ആ ജീവിതമാണ് അള്ളാഹുവിന്റെ ദീനീ പ്രബോധനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അയൽവാസികളോടത് കാണിക്കണം, നാട്ടുകാരോടത് കാണിക്കണം. അതുകൊണ്ട് അങ്ങാടിയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ദീന സുന്നത്തുകളെ പഠിപ്പിച്ചത്. റോഡിലൂടെ നടന്നു പോകുമ്പോൾ സുന്നത്തുകളെ പാലിക്കുവാനുണ്ട്, വീട്ടിൽ നിൽക്കുമ്പോൾ സുന്നത്തുകൾ പാലിക്കുവാനുണ്ട്. എവിടെയൊക്കെയാണോ നമ്മുടെ ജീവിതമുള്ളത് ആ ജീവിത വ്യവസ്ഥയിലൊക്കെ എല്ലാ സാഹചര്യങ്ങളിലും സുന്നത്ത് ഹയാത്താക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങളെ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാനുള്ള കാരണം ദീനിന്റെ നിലനിൽപ്പ് ഈ സുന്നത്ത് ഹയാത്താകുന്നതിലൂടെയാണ്. അതിനുവേണ്ടി നമ്മളൊക്കെ ജീവിതത്തിൽ ഈ സൽക്കർമ്മങ്ങൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ മഹത്തുക്കൾ അള്ളാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിശുദ്ധി നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന പരീക്ഷണത്തിന് വേണ്ടി പറഞ്ഞൊരൊറ്റ കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിഫാഖിന്റെ അംശമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഒരാൾക്ക് ളുഹ പതിവാക്കാൻ സാധിക്കുന്നോ എന്ന് പരീക്ഷിക്കലാണ്. ളുഹ നിഫാഖിന്റെ അംശമുള്ളവന് പതിവാക്കാൻ കഴിയൂല. വുളൂ ഒരു മനുഷ്യന്റെ കൽബിൽ നിഫാഖ് ഉണ്ടെങ്കിൽ ദായിമാക്കാൻ കഴിയൂല. സൂറത്തുൽ കാഫിറൂൻ ഒരു മനുഷ്യന്റെ കൽബിൽ നിഫാഖിന്റെ അംശമുണ്ടെങ്കിൽ പതിവാക്കാൻ കഴിയൂല. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുണ്ടെങ്കിൽ തിരുത്താനും അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹു നമ്മയെല്ലാം സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബഹുമാന്യരായ ഉലമാക്കളും സാദാത്യങ്ങളുമുള്ള ഈ സദസ്സിൽ മഹത്തായ ഒരു സംഗമം നമ്മുടെ മുമ്പിൽ നടക്കാനിരിക്കുന്നത് കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദുആ